ആദ്യ വെടിയുണ്ട എൻ്റെ നേർക്കാകട്ടെ എന്ന് പറഞ്ഞ പട്ടാള മേധാവിയുടെ മുൻപിൽ നെഞ്ചുവിരിച്ചു നിന്ന 29കാരിയുടെ വിപ്ലവ വീര്യത്തിൻ്റെ കഥയാണിത്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ധീരവനിത, സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന സ്ത്രീകളുടെ നിത്യപ്രചോദനമായ അക്കമ്മ ചെറിയാൻ, സമാനതകളില്ലാത്ത സമരത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വാഴ്ത്തപ്പെടാതെ പോയ നിരവധി വീരരിൽ ഒരാൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ അക്കമ്മ ചെറിയാൻ 1938 താൻ നയിച്ച ഒരു ബഹുജന പ്രതിഷേധ റാലിയിൽ പ്രകടിപ്പിച്ച ധീരതയിലൂടെയാണ് ഏറ്റവും അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ സംസ്ഥാനത്തേക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക നിമിഷമായിട്ടാണ് ചരിത്രകാരന്മാർ ഈ പ്രതിഷേധ റാലിയെ കണക്കാക്കുന്നത്. 15 വർഷത്തിലേറെയായി തിരുവിതാംകൂറിലെ പൊതുരാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീയായിരുന്നു അവർ. സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ മഹത്തായ ജനകീയ പോരാട്ടത്തിന് മുൻനിരയിൽ ഉണ്ടായിരുന്നു. 1909 തിരുവിതാംകൂറിലെ ഒരു സമ്പന്ന കർഷക കത്തോലിക്ക കുടുംബത്തിലാണ് അക്കമ്മ ചെറിയാൻ ജനിച്ചത്. ചരിത്രം പഠിക്കുകയും അധ്യാപികയായി ജോലി ചെയ്യുകയും എടക്കര പട്ടണത്തിലെ ഒരു സ്കൂളിൽ ഹെഡ്മിസ്റ്റർ സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. 1938 മഹാത്മാഗാന്ധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേരുന്നതിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നതിനുമായി അവർ ജോലി ഉപേക്ഷിച്ചു. അക്കമ്മ ചെറിയാന് വെറും 29 വയസ്സുള്ളപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ചേരുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പാർട്ടിയുടെ നിരവധി നേതാക്കൾ ജയിലിലായതിനു ശേഷം അതിൻ്റെ 11ാമത്തെ പ്രസിഡന്റായ കുട്ടനാട് രാമകൃഷ്ണപിള്ള അക്കമ്മ ചെറിയാനെ പാർട്ടിയെ നയിക്കാൻ ചുമതലപ്പെടുത്തി. അക്കമ്മ ചെറിയാൻ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി: എനിക്ക് നിയമനത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ ജോലി ചെയ്യാൻ സ്വമേധയാ മുന്നോട്ട് വന്നു. അവരുടെ നേതൃത്വത്തിൽ ഒരു ബഹുജന പ്രതിഷേധ റാലിക്കായി ആളുകളെ അണിനിരത്തുന്നതിനായി ഒരു യൂണിയൻ രൂപീകരിച്ചു. 1938 ഒക്ടോബർ 23 തിരുവിതാംകൂറിലെ രാജകൊട്ടാരത്തിൽ നിന്ന് അക്കമ്മ ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടി. നാട്ടുരാജ്യത്തിലെ രാജാവിൻ്റെ ജന്മദിനാഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയും സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനാണ് നേതാവ്. മറ്റുള്ളവരെ കൊല്ലുന്നതിനു മുൻപ് ആദ്യം എന്നെ വെടിവെക്കുക, ചെറിയാൻ കൊട്ടാരത്തിനു പുറത്ത് പോലീസ് മേധാവിയോട് പറഞ്ഞു. തൻ്റെ പിന്നിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ തൻ്റെ ആളുകളോട് ഉത്തരവിട്ട ശേഷം അവരുടെ വാക്കുകൾ പോലീസ് മേധാവിയെ തൻ്റെ ഉത്തരവ് പിൻവലിക്കാൻ നിർബന്ധിതനാക്കിയതായി പറയപ്പെടുന്നു. തടവുകാരെ വിട്ടയക്കാൻ സർക്കാർ സമ്മതിക്കുന്നതുവരെ പ്രതിഷേധം തുടർന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാവ് മഹാത്മാഗാന്ധി പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് കേട്ടു. അവരെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അക്കമ്മ ചെറിയാൻ സ്ത്രീകൾക്കായുള്ള ഒരു സന്നദ്ധ സേനയായ ദേശസേവികാ സംഘം സംഘടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തിടനീളം സഞ്ചരിക്കുകയും ചെയ്തു. ഈ സമയമായപ്പോഴേക്കും ചെറിയാൻ്റെ സഹോദരി റോസമ്മ പുന്നൂസും സഹോദരൻ KC വർക്കിയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1939 സംസ്ഥാന കോൺഗ്രസിൻ്റെ 1ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് അറസ്റ്റിലായ നിരവധി നേതാക്കളിൽ അക്കമ്മ ചെറിയാനും പുന്നൂസും ഉൾപ്പെടുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ നിരോധനാജ്ഞ ലംഘിച്ചതിനും പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിനും അക്കമ്മ ചെറിയാൻ നിരവധി തവണ അറസ്റ്റിലായി. 1942 അവർ സംസ്ഥാന കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായി. ബോംബെയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ സ്വാഗതം ചെയ്യുക എന്നതായിരുന്നു അവരുടെ ആദ്യ കർത്തവ്യങ്ങളിൽ ഒന്ന്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം രാജ്യമെമ്പാടും വലിയ തോതിലുള്ള അഹിംസാ സമരത്തിന് തുടക്കം കുറിച്ചു. സ്വാതന്ത്ര്യാനന്തരം അക്കമ്മ ചെറിയാൻ സജീവ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. 1947 തിരുവിതാംകൂർ സംസ്ഥാനത്ത് നടന്ന ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിൽ അവർ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിരുന്നാലും 1950കളിൽ ഇന്ത്യയിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവർക്ക് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അവർ കോൺഗ്രസ് പാർട്ടി വിട്ടു. തിരുവിതാംകൂറിലെ സ്ത്രീകൾ ഇതിനകം തന്നെ കുടുംബത്തിൻ്റെ ചക്രവർത്തിനിമാർ ആണെന്നും രാഷ്ട്രീയം അവരുടെ ഇടമല്ലെന്നും അന്നത്തെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന തന്നെപ്പോലുള്ള സ്ത്രീകളെ പിന്നീട് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. സ്വതന്ത്ര ഇന്ത്യയിൽ പ്രധാന സ്ഥാനങ്ങൾക്കായി അവരെ നിയോഗിച്ചുവെന്ന് അക്കമ്മ ചെറിയാൻ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അക്കമ്മ ചെറിയാൻ പിന്നീട് ഒരു സഹസ്വാതന്ത്ര്യ സമര സേനാനിയും പാർട്ടി പ്രവർത്തകനുമായ വി. വർക്കി മണ്ണംപ്ലാക്കലിനെ വിവാഹം ചെയ്തു. ഞാൻ അവരെ സന്ദർശിക്കുമ്പോൾ ഫർണിച്ചറുകളേക്കാൾ കൂടുതൽ പുസ്തകങ്ങളുള്ള ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അവരുടെ കൃപയും വർക്കിയുടെ മൃദുഭാഷണ പാണ്ഡിത്യവും താൻ ഓർക്കുന്നു. അതേ അക്കമ്മ ചെറിയാൻ തൻ്റെ ആത്മകഥയിൽ എഴുതി. സംസ്ഥാനത്തെ ആദ്യ തലമുറ ഫെമിനിസ്റ്റുകളിൽ ഒരാളാണ് അക്കമ്മ ചെറിയാനെന്ന് ചരിത്രകാരിയായ ജെ. ദേവിക വിശേഷിപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി. 1982 സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അന്തരിച്ചു. നഗരത്തിലെ അവരുടെ പേരിലുള്ള ഒരു പാർക്കിൽ അവരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു പ്രതിമയുണ്ട്. അക്കാലത്ത് നൂറുകണക്കിന് ആളുകളല്ല, പതിനായിരക്കണക്കിന് ആളുകളാണ് വെളുത്ത ഖദർ ജുബ്ബകളും വെളുത്ത ഗാന്ധി തൊപ്പികളും ധരിച്ച് കൂറ്റൻ തിരമാലകളായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നത്. ഖദറും ഗാന്ധി തൊപ്പിയും ധരിച്ച് തുറന്ന ജീപ്പിൽ നിന്ന് അക്കമ്മ ചെറിയാൻ ആ വെളുത്ത കടലിനെ നയിച്ചു. ദുർഗാദേവി കാലിനടിയിൽ തിന്മയും അനീതിയും ഞെരുക്കുന്നതുപോലെ, സ്വേച്ഛാധിപത്യത്തിനെതിരെ ഉയർത്തിയ കറുത്ത പതാകകൾ പോലെ അവളുടെ മുടി കാറ്റിൽ പതിച്ചു. 1938 അന്നത്തെ തിരുവിതാംകൂർ രാജാവിനും ദിവാനുമെതിരെ അക്കമ്മ ചെറിയാൻ നയിച്ച ചരിത്രപരമായ പ്രതിഷേധ മാർച്ചിനെ ഇ. എം. കോവൂർ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്.